അപ്പോൾ ഇന്ന് എനിക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ സ്റ്റുഡൻറ്റ് വിസ എടുത്ത് യു കെയിൽ വരുന്നതാണോ, ജർമ്മൻ പഠിക്കുന്നതാണോ വർക്ക് ചെയ്യാൻ സ്കോപ്പ്? ഓക്കെ, രണ്ടും രണ്ട് ആസ്പെക്റ്റാണ്. ഇപ്പം നാട്ടിൽ നിന്ന് ജർമ്മൻ പഠിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോബ് വിസയിൽ പോകാനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ പറയുന്നത് വർക്ക് വിസയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി ഉണ്ട്. പക്ഷേ എന്നാലും കുട്ടികൾ പറഞ്ഞ് കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജർമ്മൻ പഠിക്കാൻ വേണ്ടി അവർക്ക് ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നിയർലി ഒരു 1 ഇയർ ഒക്കെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു വർക്ക് വിസ, ഒരു വർക്ക് വിസ കിട്ടുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു പ്രയോറിറ്റി ഉണ്ടാവുമല്ലോ. സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത് പെട്ടെന്ന് ഇപ്പോൾ 4th ഇയർ കഴിഞ്ഞു, റിക്രൂട്ട്മെൻറ്റ് ഒന്നുമില്ല, വേഗം കയറി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, യു കെയിൽ ഒരു മാസ്റ്റേഴ്സ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, അതിനുശേഷം യു കെയിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, ഇപ്പം നമുക്ക് ഏത് രാജ്യത്ത് പോകണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത്. ഇപ്പം എനിക്ക് പോകേണ്ടത് ജർമ്മനിയിലാണെങ്കിൽ ഓഫ് കോഴ്സ് ജർമ്മൻ ചൂസ് ചെയ്യുക. അല്ല, എനിക്കൊരു യു കെ പോലെയുള്ള ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ് കേട്ടോ. കുറച്ചും കൂടി സ്ട്രെയിറ്റ് ഫോർവേഡ് എനിക്ക് തോന്നുന്നു യു കെയിൽ സ്റ്റുഡൻറ്റ് വിസ ആയിരിക്കും. പക്ഷേ വർക്ക് വിസ കിട്ടിയാൽ ബെറ്ററുമാണ് കേട്ടോ.